ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടത്. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം അതിന് ഒരു ഉദാഹരണം. പക്ഷേ ആ ഘട്ടങ്ങളിലൊന്നും ഒരു ക്ഷേത്രത്തിന് പകർപ്പ് മറ്റൊരു സ്ഥലത്തുണ്ടാക്കുക എന്ന ചിന്ത ആർക്കും ഉണ്ടായിരുന്നില്ല. കാലം മാറിയതുകൊണ്ടാകാം കേദാർനാഥ് ക്ഷേത്രത്തിന് ഒരു വകഭേദം ഡൽഹിയിൽ ഉണ്ടാക്കണം എന്ന ആലോചനയാണ് ഇപ്പോൾ ചിലർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതാകട്ടെ ഒരു രാഷ്ട്രീയ വിവാദമായി മാറുകയും ചെയ്തിരിക്കുന്നു. ഡൽഹി അതിർത്തിയിലുള്ള ബുറാഡി ശ്രീ കേദാർനാഥ് ധാം ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള 3 ഏക്കർ സ്ഥലമാണിത്. സമാനമായ വാസ്തുവിദ്യയും വസ്തുക്കളും ഉപയോഗിച്ച് കേദാർനാഥിന്റെ തനി പകർപ്പ് നിർമ്മിക്കുകയാണെന്നാണ് അവകാശവാദം. ക്ഷേത്ര നിർമ്മാണത്തിന് തുടക്കമിടാൻ കേദാർനാഥിൽ നിന്നുള്ള ശില ഡൽഹിയിൽ കൊണ്ടുവന്നിരുന്നു. ഡൽഹിയിൽ ക്ഷേത്രം നിർമ്മിക്കുന്നത് ഹൈന്ദവാചാരങ്ങൾക്ക് വിരുദ്ധമാണെന്നാരോപിച്ച് 12 മുതൽ 15 വരെ ഉത്തരാഖണ്ഡിൽ പ്രതിഷേധം നടന്നു. കേദാർനാഥ് ധാമിൽ നിന്നുള്ള ശില ഡൽഹിയിൽ കൊണ്ടുവന്ന് ക്ഷേത്രം നിർമ്മിക്കുന്നത് പവിത്രമായ പാരമ്പര്യത്തെ തകർക്കാനാണെന്ന് പ്രതിഷേധക്കാർ പറയുന്നു. मेरा कहना है कि जिस तरह से अयोध्या राम जन्मभूमि अयोध्या में ही हो सकती है, न कि अन्यत्र हो सकती है, मथुरा में कृष्ण जन्मभूमि हो सकती है, उसी तरह से जो 12 ज्योतिर्लिंगों का जहाँ जो पूर्व नियोजित स्थान है मुख्य रूप से केदारनाथ में, तो उसी तरह से ही वहाँ पे ही स्थापित रहने दिया जाए. उनके नाम पर ये कहीं अन्यत्र ऐसे निर्माण ना किए जाए. निर्माण करें लेकिन नाम का परिवर्तन करना चाहिए. नाम को परिवर्तन करके और उसका निर्माण करें, इसलिए कोई आपत्ति नहीं. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി കഴിഞ്ഞ 10-ന് ഡൽഹിയിലെ ബുറാഡിയിൽ നിർമ്മിക്കുന്ന കേദാർനാഥ് ക്ഷേത്രത്തിന്റെ ഭൂമി പൂജയും ശിലാസ്ഥാപനവും നടത്തിയിരുന്നു. അപ്രസക്തമായ ഒരു വിഷയം ഉന്നയിച്ച് കോൺഗ്രസ് രാഷ്ട്രീയ ലാഭം ലക്ഷ്യമിടുകയാണെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി വ്യക്തമാക്കി. कांग्रेस के पास कोई मुद्दा नहीं है और कांग्रेस मुद्दा विहीन है, इसलिए बेवजह के मुद्दों को तूल देती है. जबकि उसमें पहले ही कह दिया गया है कि जो केदारनाथ धाम है वो केवल केदारनाथ नहीं हो सकता है. मंदाकिनी सरस्वती के तट पर उसके बीच में जो हमारा धाम है, जहाँ पूरे देश दुनिया की आस्था है, वही धाम है. अन्य स्थानों पर मंदिर बनते रहेंगे. ഹിമാലയത്തിലെ കാലാവസ്ഥ കാരണം 6 മാസത്തിൽ ഒരിക്കൽ മാത്രമാണ് കേദാർനാഥ് ക്ഷേത്രം തുറക്കാറ്. വർഷം മുഴുവൻ കേദാർനാഥ് മൂർത്തിയെ ആരാധിക്കാൻ ഡൽഹിയിൽ ക്ഷേത്രം നിർമ്മിക്കുന്നു എന്നാണ് അധികൃതരുടെ വിശദീകരണം. हमने सुना कि कुछ लोगों को इसमें शायद आपत्ति है केदारनाथ धाम या केदारनाथ मंदिर को लेके. मैं पहले स्पष्ट करना चाहता हूं कि दिल्ली के अंदर कोई केदारनाथ धाम नहीं बन रहा है, सिर्फ केदारनाथ मंदिर बन रहा है. കേദാർനാഥ് ധാം ഒന്നു മാത്രമേ ഉള്ളൂ എന്നും മറ്റൊരു ക്ഷേത്രത്തിനും പകരം വെക്കാൻ കഴിയില്ലെന്നും കേദാർനാഥിലെ പുരോഹിതരുടെ സംഘടനയുമായി ബന്ധമുള്ള ഉമേഷ് പോസ്തി പറഞ്ഞു. കേദാർനാഥിന്റെ പകർപ്പ് നിർമ്മിക്കുന്നതിനെ അയോധ്യ രാമക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ ആചാര്യ സത്യേന്ദ്രദാസും എതിർക്കുന്നു. കേദാർനാഥിലെ സമാനതകളില്ലാത്ത ശക്തി മറ്റൊരു ക്ഷേത്രത്തിൽ ലഭിക്കില്ല. കേദാർനാഥിന്റെ പേരിൽ മറ്റൊരു ക്ഷേത്രം ഉണ്ടാകുന്നത് ഉചിതമല്ല. ഒരു കേദാർനാഥ് മാത്രമേയുള്ളൂ, അത് തുടരും. പുതിയ ക്ഷേത്രത്തിന് മറ്റൊരു പേരിടണം. खुद उत्तराखंड से बिलोंग करता हूँ. अपनी संस्कृति की और अपनी धार्मिक भावनाओं को और अपने धर्म को आगे बढ़ाने के लिए, हिंदू और सनातन धर्म को आगे बढ़ाने के लिए हमने दिल्ली के अंदर केदारनाथ मंदिर की स्थापना करने का विचार बनाया और वही हमने उसको आगे लेके चले. ശിവന്റെ 12 ജ്യോതിർലിംഗങ്ങളിലൊന്നാണ് കേദാർനാഥ് ധാമിന്റെ കവാടങ്ങൾ. സമുദ്രനിരപ്പിൽ നിന്ന് 3583 മീറ്റർ ഉയരത്തിൽ മന്ദാകിനി നദിയുടെ തീരത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ കേദാർനാഥ് ഉൾപ്പെടുന്ന 4 ക്ഷേത്രങ്ങളിലേക്ക് ദർശനത്തിനായി എത്തുന്നു. കോപ്പിറൈറ്റ് ആക്ട് അഥവാ പകർപ്പവകാശ നിയമം നിലവിലുള്ള രാജ്യമാണ് ഇന്ത്യ. ക്ഷേത്രങ്ങൾക്ക് പകർപ്പുണ്ടാകുന്നത് വിശ്വാസത്തിന് എതിരാണോ? ഈ ചർച്ചയാണ് ഇപ്പോൾ രാജ്യതലസ്ഥാനത്ത് മുന്നോട്ട് നിൽക്കുന്നത്. ഡൽഹിയിൽ നിന്ന് ക്യാമറമാൻ ആശിഷ് മട്ടുവിനോടൊപ്പം ആർ രാധാകൃഷ്ണൻ, 24.